സ്വർഗീയവിരുദ്ധ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തിരുപ്പൂരിൽ മെയ് 5 ചൊവ്വ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. രാമസ്വാമി മുത്തമ്മാൾ കല്യാണ മണ്ഡപം, പല്ലടം, തിരുപ്പൂർ റോഡ്, ടോട്ടൽ ഗ്യാസ് പമ്പിന് സമീപം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. യേശുനാഥൻ ശാപമാകെ ഏറ്റതാ, മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ. ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഏത് മനുഷ്യനെയും തൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഫിഡൻസ്, ധൈര്യം. ധൈര്യം എന്ന് പറയുമ്പോൾ ആങ്സൈറ്റി ഇല്ലാത്തതോ ഭയമില്ലാത്ത ഒരവസ്ഥയല്ല. എന്നാൽ ധൈര്യം, കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്യുന്നത് ശരിയാന്നുള്ള ബോധ്യം. നിങ്ങൾക്കും എനിക്കും വിശ്വസിച്ചിരിക്കുന്ന സ്ഥലം ശരിയാണെന്നുള്ള ബോധ്യം വരുമ്പോൾ ഏത് കാര്യവും ചെയ്തെടുക്കാനുള്ള ധൈര്യം വരും. അതാണ് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. ഒന്നുകൂടെ ഒന്ന് പറയാമോ, എൻ്റെ കൂടെ ഒന്ന് പറയാമോ? എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. ശകലമല്ല, സകലതും. സോ ദാറ്റ് വാസ് എ മെസ്സേജ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ യേശു തൻ്റെ ദേഹം എന്ന തെരശീലയുടെ പുതിയൊരു വഴി തുറന്നു എന്ന് പറയുന്നതിൻ്റെ ആസ്പദമായി 35-ാം വാക്യം പറയാം, therefore do not cast away the confidence which is of great reward. ഞായറാഴ്ച സഭായോഗത്തിൽ നമ്മുടെ മെസ്സേജായിരുന്നു. മെസ്സേജിലേക്ക് നമുക്ക് കടക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Jesus is good and he is always good and he will remain good forever. യേശു നല്ലവൻ, അവൻ എന്നും നല്ലവൻ, എന്നേക്കും നല്ലവനായി തുടരും. We cannot realize many things when we are in a situation, but when we come out and look back we will say that was good. നാം ഒരു അവസ്ഥയിൽ അകപ്പെടുമ്പോൾ നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. എന്നാൽ അതിന് വെളിയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നല്ലതിന് തന്നെയായിരുന്നു. Many challenging situation comes into our life and at that time we are worried what is going to happen, but after that we will say, well, that was good that happened in my life. പല വെല്ലുവിളികളും നമ്മൾ നേരിടുമ്പോൾ ആ വെല്ലുവിളികൾക്കകത്തായിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവില്ല. എന്നാൽ ആ വെല്ലുവിളിയെ തരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാകും അത് സംഭവിക്കേണ്ടത് തന്നെയായി. Hallelujah. I always remember the challenges I had in my childhood. എൻ്റെ ശൈശവ പ്രായത്തിൽ, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ നേരിട്ട പല വെല്ലുവിളികളും ഞാൻ ഓർക്കുന്നുണ്ട്. At that time I was sad. At that time many things were happening in my mind. അത് വന്നപ്പോൾ ഞാൻ വളരെ ദുഃഖിതനായിരുന്നു. എൻ്റെ മനസ്സിൽ കൂടെ പലവിധ ചിന്തകൾ കടന്നുപോയി. The turmoils that I have gone through. എൻ്റെ ജീവിതത്തിൽ നടന്ന പല കോളിളക്കങ്ങൾ. And how God's hand was with me since childhood. എൻ്റെ ശൈശവ പ്രായം മുതൽ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ കരം എങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. That time I could not realize. ആ സമയത്ത്
സമയത്ത് എനിക്കത് മനസ്സിലായില്ല. But today I know for this day he was training me. എന്നാൽ ഇന്ന് എനിക്കറിയാം ഈ ഒരു ദിവസത്തിന് വേണ്ടി എൻ്റെ ദൈവം എന്നെ പരിശീലിപ്പിക്കുക. Hallelujah. Hallelujah. To lead a movement that is going to touch the globe. മുഴുവൻ ഭൂഖണ്ഡത്തെയും അല്ലെങ്കിൽ ഭൂലോകത്തെ മുഴുവൻ സ്പർശിക്കുന്ന ഒരു വലിയ ചലനത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു. That training started from childhood. ആ പരിശീലനം എൻ്റെ ശൈശവ പ്രായത്തിൽ തന്നെ തുടങ്ങി. So when I was going through that, there was a challenge. അങ്ങനെ ആ വെല്ലുവിളികളിൽ കൂടെ ഞാൻ കടക്കുമ്പോൾ അത് എനിക്കൊരു വെല്ലുവിളിയായിരുന്നു. But today when I look back, എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ all the decisions I take for the church and for personal life, എൻ്റെ സഭയുടെ പേർക്കും എൻ്റെ വ്യക്തി ജീവിതത്തിലും ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ the boldness that has come is because how God trained me from the childhood. ആ ധൈര്യം, ആ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ധൈര്യം എനിക്ക് ലഭിച്ചത് എൻ്റെ ശൈശവ പ്രായത്തിൽ എൻ്റെ ദൈവം എനിക്ക് പരിശീലനം നൽകിയതുകൊണ്ടാണ്. No one hearing me, no one seated over here is an accident on this planet. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് ഒരു അബദ്ധത്തിലല്ല. You all were sent. We were all sent by God. നാം എല്ലാവരും ദൈവത്താൽ അയക്കപ്പെട്ടവർ തന്നെയാണ്. We are a gift to the earth. നാം ഈ ഭൂമിക്ക് ഒരു ദാനമായിട്ടാ ദൈവം We നൽകിയിരിക്കുന്നത്. are a blessing to this earth. നാം ഈ ഭൂമിക്ക് ഒരു അനുഗ്രഹം അത്രേ. Many a times we think low about ourselves because we compare us with someone else. പലപ്പോഴും നാം നമ്മെ തന്നെ താഴ്ന്ന നിലയിൽ കാണും. കാരണം മറ്റുള്ളവരുമായിട്ട് നമ്മെ താരതമ്യപ്പെടുത്തി ഞാൻ കുറവുള്ളവനാണെന്ന് സ്വയം തീരുമാനിക്കും. Many a times we think, look at him, he's my same age, he's more successful. പലപ്പോഴും നാം നമുക്ക് ചുറ്റിനുള്ളവരെ നോക്കും, ആ വ്യക്തിക്ക് എൻ്റെ അതേ പ്രായമാണല്ലോ, പക്ഷെ എന്നേക്കാൾ ഒരുപാട് വിജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. He studied with me but he is there and I am here. ആ വ്യക്തി എൻ്റെ കൂടെ പഠിച്ചതാ, പക്ഷെ അങ്ങേര് വളരെ ഉയർന്നു പോയി, ഞാൻ ദണ്ട് ഇവിടെയാണല്ലോ. We compare success with the person with our age group, with our circumstance. നാം പലപ്പോഴും നമ്മുടെ സ്വന്തം സമപ്രായക്കാരുമായിട്ട് നമ്മുടെ അതേ അവസ്ഥയിലായിരിക്കുന്നവരുമായിട്ടൊക്കെ നമ്മെ താരതമ്യം ചെയ്യും. But that is not real success. എന്നാൽ ശരിയായിട്ടുള്ള ജയം എന്ന് പറയുന്നത് അതല്ല. Success is your achievement for what God has sent you in this planet. You are unique, you are individual, and you are in the perfect plan of God. വിജയം എന്നാൽ ദൈവം നമ്മെ ഏത് ഉദ്ദേശത്തിൽ അയച്ചുവോ അതിനെ നേടിയെടുക്കുന്നതാണ് വാസ്തവമായിട്ടുള്ള വിജയം. അതിന് നിങ്ങൾ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, നിങ്ങൾക്ക് ഏക വ്യക്തിത്വമേ ഉള്ളൂ, നിങ്ങൾ മാത്രമാണ് ദൈവം അതിനായിട്ട് അയച്ചിരിക്കുന്നത്. Success is to achieve for what God has sent me on this earth. വിജയം എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ എന്തിനു വേണ്ടി ഇങ്ങോട്ട് അയച്ചോ അതിനെ പ്രാപിക്കുക എന്നുള്ളത് അത്രേ. To which level have I achieved that? ഏത് നിലവാരത്തിൽ ഞാൻ അതിനെ പ്രാപിച്ചു? In a classroom there might be 40 students. ഒരു ക്ലാസ് റൂമിൽ 40 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നേക്കാം. And the first ranker might be he gets around 60, 70 or 90% mark. ഒന്നാം റാങ്ക് ഉള്ള കുഞ്ഞിന് 60, 70 അല്ലെങ്കിൽ 90% മാർക്ക് കിട്ടിയേക്കാം. And the mother says he's the best, he's success. അപ്പോൾ അമ്മ പറയും ആ കുഞ്ഞാണ് മിടുക്കൻ, ഏറ്റവും നല്ലത്, അവൻ ജയിച്ചിരിക്കുന്നു. Because among 40 he has got the best. കാരണം 40 പേരിൽ ഏറ്റവും മിടുക്കൻ അവനാണല്ലോ. But that is not success. എന്നാൽ അതല്ല വിജയം. Might be 99% mark achievers are there. അവിടെ 99% മാർക്ക് മേടിച്ച വേറെ മിടുക്കന്മാർ വേറെ ക്ലാസ്സിൽ കാണും. Let us not compare ourselves with our age group or other people. അതുകൊണ്ട് നമ്മെ തന്നെ നമ്മുടെ സമപ്രായക്കാരുമായിട്ട് അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുമായിട്ട് നമ്മെ താരതമ്യം But let us look into ourselves, the privilege God has given us, and let us move to achieve the goal for which He has sent us on this earth. നാം നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കാം. ദൈവം എന്നെ എന്തിനു വേണ്ടി ഇങ്ങോട്ട് അയച്ചു എന്ന് ചിന്തിക്കാം. എന്നിട്ട് അവൻ എന്തിനു വേണ്ടി എന്നെ അയച്ചുവോ അത് പ്രാപിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. Hallelujah. Hallelujah. Let us strive more and more to go forward. നമുക്ക് അധികമായി മുന്നേറി പോകുവാൻ നമുക്ക് അധ്വാനിക്കാം. We don't live yesterday, we don't live tomorrow. നാം ഇന്നലകളിൽ ജീവിക്കുന്നവരല്ല, നാളുകളിൽ ജീവിക്കുന്നവരുമല്ല. Yesterday's victory or yesterday's failure both are a disadvantage. ഇന്നലകളിലെ വിജയവും ഇന്നലകളിലെ പരാജയവും നമുക്ക് തടസ്സങ്ങളാണ്. Victory can make you lazy. വിജയം ഇന്നലെ നേടിയത് നമ്മെ മടിയന്മാരാക്കിയേക്കാം. Failure can make you depressed. നമ്മുടെ ഇന്നലകളിലെ പരാജയം നമ്മളെ മനസ്സ് മടുപ്പിച്ചേക്കാം. Future, good or bad, can be very varying. ഭാവിയിൽ ഉണ്ടാകാവുന്ന നന്മകളും തിന്മകളും അത് നമ്മെ ആശങ്കപ്പെടുത്തിയേക്കാം. We live today in a glorious, victorious life. വാസ്തവത്തിൽ നാം ഇന്നുകളിൽ ജീവിക്കേണ്ടവരാ ഒരു ജയകരമായ സമൃദ്ധിയുള്ള ജീവിതം. This is the day that the Lord has made for me. ഈ ദിവസമായി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ I will ദിനം. dance and rejoice and accomplish totally for what God has given me this day. ഇന്ന് ഞാൻ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് എൻ്റെ കർത്താവ് എന്നെ ആക്കിയിരിക്കുന്ന ആ സാഹചര്യത്തെ ഞാൻ നിറവേറ്റും. Hallelujah. Hallelujah. My day today is the day that God has
gifted for me. ഇന്നത്തെ എന്റെ ദിവസം അത് എന്റെ ദൈവം എനിക്ക് ദാനമായി തന്ന ദിവസമത്രേ. This is a glorious day. ഇതൊരു മഹത്വമേറിയ ദിവസമത്രേ. I am looking forward for every second of this day as a glorious day where God has gifted me and I will achieve my best for today. ഈ ദിവസത്തിലെ ഓരോ നാഴികയും മിനാഴികയും ഞാൻ ശ്രദ്ധയോടെ കാത്തു പരിപാലിക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി നൽകിയ ദിവസമായതുകൊണ്ട് ഞാൻ അതിനെ നന്നായി വിനിയോഗിക്കും. Turn to someone and say, you are a blessing. അടുത്തിരിക്കുന്നയാളെ നോക്കി പറ, നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. You are a blessing. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. And then tell yourself, I am a blessing. എന്നിട്ട് സ്വയം പറഞ്ഞ ഞാൻ ഒരു അനുഗ്രഹമാണ്. I am a blessing. ഞാൻ ഒരു അനുഗ്രഹമാണ്. Because of Jesus. യേശു ക്രിസ്തു മുഖാന്തരം I am a blessed person. ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയത്രേ. Come on, speak it out. അത് വായ തുറന്ന് വിളിച്ചു പറഞ്ഞേ. Open your mouth and speak it out. വായ തുറന്നൊന്ന് പറഞ്ഞേ. I am a blessed person in Jesus Christ. യേശു ക്രിസ്തുവിൽ ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയത്രേ. I am a blessed person. ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. All the promises of God ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും is yes and amen for me. എനിക്കത് ഊവെന്നും ആമേനെന്നും അത്രേ. I might not know all the promises by heart, എല്ലാ വാഗ്ദത്തങ്ങളും എനിക്ക് മനപ്പാഠമല്ല. but I know one thing. എന്നാൽ എനിക്ക് ഒന്നറിയാം. When I arrive, ഞാൻ ഇവിടെ വരുമ്പോൾ my need will be met by the promise of God. എന്റെ ആവശ്യങ്ങളെല്ലാം എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാൽ നിറവേറ്റപ്പെടും. That is why the Bible says അതുകൊണ്ട് അത്ര വേദപുസ്തകം that പറയുന്നു, the just shall live by faith. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. I don't go by seeing and I arrive, the promise will be activated. ഞാൻ കാഴ്ചയാലല്ല ജീവിക്കുന്നത്, എനിക്കറിയാം എന്റെ വാഗ്ദത്തങ്ങൾ എന്നിൽ നിറവേറ്റപ്പെടും. നാളത്തെ ആവശ്യം കണ്ട് ഇന്നേ ഭയപ്പെടുത്തില്ല. എനിക്കൊരു കാര്യം അറിയാം, നാളത്തെ ദിവസം എന്റെ കാൽ ചവിട്ടുമ്പോൾ വഴികൾ തുറക്കാൻ തുടങ്ങും. വാഗ്ദത്തങ്ങൾ അവിടെ അത് നിവർത്തിക്കാൻ തുടങ്ങും. വാഗ്ദത്തങ്ങൾ കാണാപ്പാടം എനിക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ ക്രിസ്തുയേശുവിലായതുകൊണ്ട് ഓരോ ചോടിലും വാഗ്ദത്തം ഓപ്പറേറ്റീവായി തീരും. ഹല്ലേലൂയ. That is why the Bible says അതുകൊണ്ട് അത്ര വേദപുസ്തകം പറയുന്നു in Hebrews chapter 10 and verse 35. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. Therefore do not cast away your confidence which is of great reward. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. Hallelujah. Hallelujah. Do not cast away your confidence for this is of great reward. ഇത് മഹാപ്രതിഫലമുള്ളതാകിയാൽ നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. Can you tell yourself, do not lose your confidence? നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ ധൈര്യം ഞാൻ കൈവിട്ട് കളയുകയില്ല. Do not cast away your confidence, എന്റെ ധൈര്യത്തെ ഞാൻ വെളിയിൽ കളയുകയില്ല. because that has a great reward. കാരണം അതിനൊരു വലിയ പ്രതിഫലമുണ്ട്. You know, a person who loses confidence is equal to dead. ധൈര്യം നഷ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചതിന് തുല്യമത്രേ. Confidence is something which gives us hope to look into tomorrow. ധൈര്യം എന്നത് നമുക്ക് നാളെയെ നേരിടുവാൻ, നാളേക്ക് നോക്കുവാനുള്ള ധൈര്യം പകരുന്നത് അത്രേ. Confidence does not mean boldness. ഉറപ്പെന്ന് പറഞ്ഞാൽ ധൈര്യം മാത്രമല്ല. Confidence does not mean a lack of fear or anxiety. ഉറപ്പെന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആശങ്കകളില്ലാത്ത അവസ്ഥയോ എന്ന് മാത്രമല്ല. Confidence is when you know you are in the right path, you are doing the right thing, you are in the right and perfect plan of God. ഉറപ്പ് എന്ന് പറഞ്ഞാൽ നാം ശരിയായ ദിശയിൽ പോകുന്നു, ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ ദൈവത്തിന്റെ വ്യക്തമായ തികവുള്ള പദ്ധതിയിൽ ഞാൻ ആയിരിക്കുന്നു. Heavenly Feast Mission Months. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളും ഞാനും ഒരു കുടുംബം അംഗമായി വി ആർ വൺ ഹെവൻലി ഫീസ്റ്റ് ഫാമിലി. ഒരുപക്ഷെ നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസം വേറെ ആയിരിക്കാം, ആരാധിക്കാൻ വേറെ സ്ഥലത്തായിരിക്കാം പോകുന്നത്. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടി വി പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഓക്സിജൻ. ഞങ്ങളുടെ ഓരോ ദിവസത്തിലെയും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നത് ടി വി പ്രോഗ്രാമിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കൈകോർക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പല ടി വി പ്രോഗ്രാമിലൂടെയും അനേകം മദ്യപാനികൾ രൂപാന്തരപ്പെട്ടു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരുന്ന കുടുംബങ്ങൾ കർത്താവിലേക്ക് വന്നു. നിങ്ങൾ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ടി വി പ്രോഗ്രാമിനെ കർത്താവ് ഉപയോഗിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഈ ടി വി പ്രോഗ്രാമുകൾ പലരും സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വരുന്നതുകൊണ്ട് ഇത് നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ടി വി പ്രോഗ്രാം മുന്നോട്ട് ഓരോ പ്രോഗ്രാം മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് ചാനൽ ഹാസ് ടു ബി പെയ്ഡ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ എക്സ്പെൻഡിച്ചറുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്യാം.
വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ നിങ്ങളുടെ വൺ ഓഫ് യുവർ ഡേയ്സ് ദാറ്റ് യു സെലിബ്രേറ്റ്, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, കുഞ്ഞിൻ്റെ ജനനം, അതിനകത്തൊക്കെ യു ക്യാൻ ബി എ പാർട്ട് ബൈ സ്പോൺസറിങ് ദിസ് ചൈൽഡ്. മറക്കരുത്, ടി വി പ്രോഗ്രാമിന് ഇന്നും എവിടെയും നമ്മൾ പലയിടത്തും സുവിശേഷത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തിടത്തും കടന്നു ചെല്ലാൻ പറ്റും, അനേകരെ വിടുവിക്കാൻ പറ്റും. ദൈവവചനത്തിലൊരു മനോഹരമായ വചനമുണ്ട്, അവർ ഐക്യപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും. വാസ്തവത്തിൽ ഞങ്ങളെ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ ഐക്യയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ നോ ഈ ടി വി പ്രോഗ്രാം ഒരു ക്രൂസൈഡിനേക്കാളും വലുതാണ്. അതിൻ്റെ കാരണം, ഒന്ന്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിറയുന്ന അത്രയും പേരല്ല ഇത് കാണുന്നത്. ലോകമെമ്പാടും പല രാജ്യത്തിലിരിക്കുന്നവരും ഗ്രൗണ്ടിലോട്ട് വരേണ്ട, വീട്ടിലിരുന്ന് ഈ വചനം ശ്രവിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. എൻ്റെ ഒരു വിശ്വാസമാണ്, തോമസുട്ടി ബ്രദറും ഞാനും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾ സാധാരണഗതിയിൽ സാമ്പത്തികമായ ഒരു സപ്പോർട്ട്സും ഞങ്ങളുടെ മിനിസ്ട്രിയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ എവിടെ പോയാലും സപ്പോർട്ട്സ് റേസ് ചെയ്യാറില്ല. ചർച്ചിനകത്തെ സപ്പോർട്ട്സും ഉണ്ട്. ടെലിവിഷൻ പ്രോഗ്രാം സൂര്യ നടക്കുന്നത് കോട്ടയത്തെ ഓഫറിങ്ങിനകത്തുനിന്ന് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത അത് സ്പോൺസർഷിപ്പ് ഓരോ ആഴ്ചയും നടത്തുന്നു. ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ മതി. ആ ഫോൺ നമ്പറുകളിൽ നിന്ന് യു വിൽ ബി ഗൈഡഡ്. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറഞ്ഞ് ഇത് കാണണം, പ്രാർത്ഥിക്കണം. നിങ്ങളെയും നിങ്ങളുടെ തലമുറയും കർത്താവ് മറക്കത്തില്ല. സ്വർഗത്തിലും പ്രതിഫലമുള്ള വലിയ ശുശ്രൂഷയാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ടെലിവിഷൻ പ്രോഗ്രാം ഇനിയും പല ഭാഷകളിലൂടെയും, ഞങ്ങൾ പല ചാനലിൻ്റെയും പ്രവർത്തനം നിർത്തേണ്ടി വന്നു ഭാഷകളിൽ. നമ്മളിതെല്ലാം കൂടെ ചെയ്താൽ ഈ പുതിയ കാലത്ത് ഈ ശുശ്രൂഷ ഏറ്റവും എഫക്റ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഈ കാര്യത്തിന് ബന്ധപ്പെടുവാൻ ഈ ഫോൺ നമ്പർ ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. മിഷൻ മന്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനും എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയാനും ഈ നമ്പറിൽ വിളിക്കുക. സോ നിങ്ങൾ പ്രാർത്ഥിക്കണം, that God will open doors, that your heart will open and you will do it. So പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ നമ്പറുകളിൽ, ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ you can know how you can give. God bless you. Heavenly Feast Mission Months. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. Everything might not look good, but confidence is I am in the right plan, so I can have every hope to look tomorrow. മറ്റു കാര്യങ്ങളൊന്നും നന്നായി കാണുന്നില്ല എങ്കിലും ഉറപ്പ് എന്ന് പറയുന്നത് നാളത്തെ കാര്യത്തെ ധൈര്യത്തോടെ നോക്കുവാനുള്ള ധൈര്യമത്രേ. Do not cast away your confidence. നിങ്ങളുടെ ഉറപ്പിനെ അല്ലെങ്കിൽ ധൈര്യത്തെ വെളിയിൽ കളയരുത്. The Bible does not say do not cast away your faith, do not cast away the word, do not cast away the church. The Bible says do not cast away the confidence. നിങ്ങളുടെ വിശ്വാസം തള്ളിക്കളയരുത്, വചനം എറിഞ്ഞു കളയരുത്, ആ ദൈവത്തെ തള്ളിക്കളയരുത് എന്നല്ല വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം പറയുന്നത് നിന്റെ ഉറപ്പും ധൈര്യവും തള്ളിക്കളയരുത്. Hallelujah. Hallelujah. Confidence. ഉറപ്പ്. That is why in the book of Philippians, അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം Paul is saying to the Philippian church, പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നു, what is his confidence? എന്താകുന്നു ഈ ഉറപ്പ്? He says like this, താൻ ഇപ്രകാരം പറയുന്നു, in this thing I am very confident ഈ കാര്യങ്ങളിൽ എനിക്ക് നല്ല ധൈര്യമുണ്ട്, that he who began a good work in me will complete it gloriously. എങ്കിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് ഏറ്റവും മനോഹരമായി തേജസ്സോടെ അതിനെ നിറവേറ്റും. He who began a good work in me, എന്നിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ he will complete it. അവൻ അതിനെ തികയ്ക്കും. He will never leave me in between. എന്നെ ഇടയ്ക്ക് വഴിയിൽ തള്ളിക്കളഞ്ഞു പോകുന്നവനല്ലവൻ. He will never forsake me in between. എന്നെ ഇടയ്ക്ക് കൈവിട്ട് കളയുന്നവനല്ല. The selection and calling, gifts and calling of God is irrevocable. ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അത് ഒരിക്കലും
പിൻവലിക്കുന്നതല്ല. You have been chosen by God. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരത്രേ. Everyone who is listening to me today, എന്നെ ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളും you have been chosen by God. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട You did വ്യക്തിയത്രേ. not choose him, he chose you. നിങ്ങൾ തമ്മിൽ തിരഞ്ഞെടുത്തതല്ല. You did not begin, he began. നിങ്ങൾ തുടങ്ങിയതല്ല, അവൻ തുടങ്ങിയതത്രേ. And this is a confidence. ഇതൊരു നല്ല ഉറപ്പത്രേ. This is a confidence. ഇതൊരു ധൈര്യമത്രേ. Because he began, കാരണം അവൻ തുടങ്ങി, he will complete. അവൻ അതിനെ തികയ്ക്കും. I am not a good guy. ഞാനൊരു നല്ല വ്യക്തിയല്ല. I have not got qualities. എനിക്ക് നല്ല ഗുണങ്ങളുമില്ല. I might leave many things in between. എനിക്ക് പല കാര്യങ്ങൾ ഞാൻ ഇടയിൽ വെച്ച് ഉപേക്ഷിക്കുന്നവനാ. But the one who has called me, എന്നാൽ എന്നെ വിളിച്ച ഒരുവനുണ്ട്. he is a perfect God. അവനൊരു തികഞ്ഞ ദൈവമാ. Perfect Savior. തികഞ്ഞ രക്ഷകൻ. Perfect. In every way perfect. അവൻ തികവുള്ളവൻ, തികഞ്ഞവൻ, സകലത്തിലും തികഞ്ഞവൻ അത്രേ. That is my confidence. അതത്രേ എന്റെ ധൈര്യം. That because he began it, കാരണം അവൻ തുടങ്ങി, he will complete it. അവൻ അതിനെ He തികവേറ്റും. will complete it. അവൻ അതിനെ നിറവേറ്റും. Not like simple completion. ഒരു ഒത്തുവരുത്തത്തിലുള്ള നിറവല്ല. Glorious അവൻ completion. തേജസ്സോടെ അത് തികയ്ക്കും. Glorious completion. തേജസ്സോടെ നിറവേറ്റും. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, ആരംഭിച്ചത് ശൂന്യതയിലാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ശൂന്യതയിലല്ല. ലോകം അറിയുന്ന നിലയിൽ, ഭൂമിയിലെ സകല കുടുംബത്തിനും അനുഗ്രഹമാകുന്ന നിലയിൽ ഇന്ന് പകൽ ദൈവം നൽകിയിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിളിച്ചവനിൽ കോൺഫിഡൻസ്. Hallelujah. ഹല്ലേലൂയ. I can never be a failure. ഞാൻ ഒരിക്കലും ഓ പരാജയമാവില്ല. പറഞ്ഞേ എന്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെടുത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെടത്തില്ല. I will be confident. എനിക്ക് നല്ല ഉറപ്പുണ്ട്. And be confident. എനിക്ക് ഉറപ്പുണ്ട്. More glory to glory. തേജസ്സിൽ നിന്ന് ഇന്നത്തെക്കാളും തേജസ്സിലേക്ക്. മെച്ചമായിട്ടായിരിക്കും നടക്കുന്നേ. നാളെ ഇതിനേക്കാളും മെച്ചമായിട്ടും നടക്കും. മഹത്വം നിറഞ്ഞ് ഈ ചക്രം പുറകോട്ട് പോകുന്നതുമല്ല, നിൽക്കുന്നതുമല്ല, മുന്നോട്ട് പോയിക്കൊണ്ടായിരിക്കുന്നത്. ഞാൻ വിചാരിച്ചാലും ഈ മഹത്വം ഇടയ്ക്ക് വെച്ച് സ്വിച്ച് ഓഫ് ചെയ്യത്തില്ല. മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക്. ആരംഭിച്ചതൊന്നുമില്ലായ്മയെന്നാണെങ്കിൽ we are walking towards a glorious completion. നമ്മളൊരു മഹത്വമേറിയ തികവിലേക്കാ പോകുന്നത്. Hallelujah. ഹല്ലേലൂയ. This is the confidence that I have. ഇതാണ് എനിക്കുള്ള ഉറപ്പ്. Hallelujah. ഹല്ലേലൂയ. Not only that, the book of Corinthians Bible says, അത് കൂടാതെ കൊരിന്ത്യ ലേഖനത്തിൽ വേദപുസ്തകം പറയുന്നു, blessed be the name of the Lord. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. Turn to someone and say, never be lose your confidence. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഉറപ്പ് ഒരിക്കലും Never വിട്ടുകളയരുത്. lose your confidence, ഉറപ്പ് ഒരിക്കലും വിട്ടുകളയരുത്. because that is of great reward. കാരണം അതൊരു വലിയ പ്രതിഫലമാണ്. Oh, do not lose your confidence. ഉറപ്പ് നിങ്ങൾ വിട്ടുകളയരുത്. Tell yourself, do not lose my confidence. ഓ എന്റെ ഉറപ്പ് വിട്ടുകളയരുതെന്ന് സ്വയം പറഞ്ഞു. Many people, പലരും they try many things, they fail. അവർ പല കാര്യങ്ങൾ ശ്രമിച്ച് പരാജയപ്പെടും. And that failure brings disconfidence, lack of confidence, losing of confidence in their life. അവരുടെ പരാജയങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ് നഷ്ടപ്പെടുത്തി കളയുന്നു. I want to assure you today, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. your failure was not the end of the road. നിങ്ങളുടെ പരാജയം കൊണ്ട് ഈ ജീവിതം അവസാനിക്കുന്നില്ല. That failure became a step for a greater glory ahead. ആ പരാജയം ഒരു മഹത്വമേറിയ തേജസ്സേറിയ ഒരു ജയത്തിന്റെ പടിയത്രേ. That is why Paul says, അതുകൊണ്ടത്രേ പൗലോസ് പറയുന്നു, I press forward. ഞാൻ മുന്നിലോട്ട് ആയുന്നു. പിൻപിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ഞാൻ ആഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഇന്നലത്തെ പരാജയം, ഇന്നലത്തെ തോൽവി അതൊന്നും കണ്ട് ഹല്ലേലൂയ താടിക്ക് കൈ കൊടുത്തിരിക്കാൻ എന്നെ കിട്ടത്തില്ല. കാര്യം എനിക്ക് ഒരു ഉറപ്പുണ്ട്, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തെറ്റും കുറ്റത്തിന്റെ കണക്ക് നോക്കിയിരിക്കുന്നവനല്ല, എന്നെ എഴുന്നേറ്റ് പ്രകാശിക്കുന്നു പറഞ്ഞ് മുന്നേറ്റുന്നവനാ. That is my confidence. അതത്രേ എന്റെ ഉറപ്പ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Many a times a simple failure pulls us down. പലപ്പോഴും ഒരു ചെറിയ പരാജയം നമ്മളെ വല്ലാതെ പുറകോട്ട് വലിക്കും. Accusation, self accusation. മറ്റുള്ളവരുടെ
കുറ്റാരോപണം, സ്വയം നിന്ദ, condemnation. കുറ്റപ്പെടുത്തലുകൾ, That is the trick of the devil. അത് പിശാചിന്റെ തന്ത്രമത്രേ. That you lose your confidence. എന്നാൽ നിങ്ങളുടെ ഉറപ്പ് നിങ്ങൾ That you നഷ്ടപ്പെടുത്തുക. will not do what God wants you to do. ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യാതിരിക്കുവാൻ നിങ്ങളെ I want to മടിപ്പിക്കുന്നു. assure you again. ഇന്ന് ഞാൻ വീണ്ടും ഉറപ്പിക്കട്ടെ, What God has justified, എന്നാൽ ദൈവം നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. no one can condemn you. ആർക്കും നിങ്ങളെ കുറ്റം വിധിക്കുവാൻ You കഴിയില്ല. have no right to condemn yourself, നിങ്ങൾക്ക് പോലും നിങ്ങളെ കുറ്റം വിധിപ്പാൻ അവകാശമില്ല. because it is Jesus who died, കാരണം യേശുവാണ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്. Jesus who rose up, യേശു അത്ര and he ഉയർത്തെഴുന്നേറ്റു. is seated at the right hand of the Father. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. Even today he is seated at the right hand of the Father, ഇന്നും ഇപ്പോഴും അവൻ പിതാവിന്റെ വലഭാഗയുണ്ട്. interceding for me. എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. Can you shout hallelujah? ഹല്ലേലൂയ! എനിക്ക് ഞാൻ ശരിയല്ലെന്ന് പറയാൻ പോലും എനിക്ക് അവകാശമില്ല. ആമേൻ. എന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എന്നെ വിലയ്ക്ക് വാങ്ങിച്ച രക്തം ഏറ്റവും വില കൂടിയതാ. സ്വന്തം പുത്രന്റെ രക്തത്താൽ എന്നെ വാങ്ങിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കൊള്ളത്തില്ലെന്നും കുറ്റം പറയാൻ അനുവാദമില്ല. കാരണം യേശുവാ എനിക്ക് വേണ്ടി മരിച്ചത്, യേശുവാ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത്. ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഉണ്ടോ ആള്? ഉണ്ടോ? ഹല്ലേലൂയ! ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശു എനിക്ക് വേണ്ടി ഒരു നല്ല മഹാപുരോഹിതനായി, ഒരു നല്ല മധ്യസ്ഥാചരിക്കുന്നവനായി, ഒരു നല്ല അഡ്വക്കേറ്റായി, ഒരു നല്ലവനായി എനിക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിപ്പുണ്ട്. That is my confidence. അതത്ര എന്റെ ഉറപ്പ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! എൻ്റെ സ്വന്തക്കാരും വീട്ടുകാരും ഇതെല്ലാവരും അങ്ങോട്ട് തഴഞ്ഞേച്ചു പോയാൽ ആണ്ട് എല്ലാവരും പോയേ. ചിലരിങ്ങനെ പറയും, കർത്താവ് മാത്രമേ ഉള്ളൂ. അത് മാത്രം മതി, അത് മാത്രം മതി. ദൈവം അനുകൂലമായി നിൽക്കുന്നതെങ്കിൽ പ്രതികൂലമായ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങൾക്കും എൻ്റെയും എതിരെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശു ആരാന്ന് ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടാൻ. അത് കിട്ടിയാൽ വലിയൊരു ധൈര്യമാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ദയക്കായി സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയക്കണ്ണ് പ്രകാശിച്ച് യേശുവാണ് തിരിച്ച് അറിഞ്ഞ് ആ ഭയവും ആ ആങ്സൈറ്റിയെല്ലാം മാറി ധൈര്യത്തോടെ മുന്നേറുവാൻ കർത്താവ് കരുണ ചെയ്യണം. അതിന് തടസ്സവും വാദവുമായി നിൽക്കുന്ന എല്ലാം മാറട്ടെ. അത്ഭുതകരമായി കർത്താവ് വിടുവിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അടുത്ത ദിവസം വീണ്ടും കാണും വരെ കർത്താവിൻ്റെ കൃപയിൽ കർത്താവ്. സ്വർഗീയവിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. प्रेम का കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9443566682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തിരുപ്പൂരിൽ മെയ് 5 ചൊവ്വ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. രാമസ്വാമി മുത്തമ്മാൾ കല്യാണ മണ്ഡപം, പല്ലടം, തിരുപ്പൂർ റോഡ്, ടോട്ടൽ ഗ്യാസ് പമ്പിന് സമീപം. क्रूस से देखो आते हैं बहते हुए खून की धार। क्रूस से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों